ഹായ്, എല്ലാവർക്കും നമസ്കാരം. കുറച്ച് ദിവസം ഗ്യാപ്പായിട്ടോ നമ്മൾ വീഡിയോ ഇടുന്നത്. നോർമലി നമ്മൾ സാധാരണ കാര്യങ്ങളൊന്നും അങ്ങനെ വെച്ച് നമ്മൾ വീഡിയോ ഇടാറില്ല. എന്തെങ്കിലും പശുക്കൾക്ക് അസുഖം, അങ്ങനെ അവസ്ഥകൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുള്ള സമയത്താണ് നമ്മളിങ്ങനെ വീഡിയോ ഇടുക. അല്ലാതെ ഇപ്പോൾ ഡെയിലി ഒരു ചെറിയ ഷോർട്ട്സായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ എന്താട്ടെന്ന് വെച്ചാൽ, ഇവളെ ഓർമ്മയുണ്ടോ? നമ്മൾ 32,000 രൂപയ്ക്ക് എടുത്ത ഹീഫ്ര. ഇവൾക്ക് കണ്ടോ ഇവിടെ ആ ചെറിയ റാഷസ് നിങ്ങൾ കാണുന്നുണ്ട് തോന്നുന്നു. കണ്ടത് ആ ചെമന്ന് നിൽക്കുക കണ്ടോ? ആ ചെറിയ അലർജി പോലെ വരുന്നുണ്ട് ആ ബാക്കിൽ. ഇത് 2-3 കാര്യങ്ങൾ കൊണ്ട് വരും. നമ്മൾ ഈ പട്ടുണ്ണി ഇതായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ബാക്കിൽ ഈ ഭാഗത്തൊക്കെ പേന് പോലെ കാണും, അത് കടിച്ചിട്ട് അലർജി ആവുന്നത്. അതല്ലെങ്കിൽ പിന്നെ സാധാ വേറെ എന്തെങ്കിലും പ്രാണികൾ കടിച്ചിട്ടോ മറ്റോ അലർജി ആവാം. പിന്നെ ഉള്ളത് ഇപ്പോൾ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഈ മാറ്റ്, റബ്ബർ മാറ്റ്, നമുക്ക് ഈ സൈഡിൽ നിന്നുള്ള വെയിൽ ഇതിലേക്ക് കിട്ടുകയാണെങ്കിൽ ഇത് നല്ല പഴുക്കും ഉച്ച സമയത്തൊക്കെ. അപ്പോൾ ഇതിൽ കിടക്കുന്ന സമയത്താണെങ്കിൽ ആ ഭാഗത്തേക്ക് നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ അല്ലേ, അപ്പോൾ അതിലേക്ക് ഇങ്ങനെ അലർജി ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞത് വേറെ ഇൻഫെക്ഷൻ ഒന്നും കാണാനില്ല, സ്കിൻ അലർജി അങ്ങനെ ഒന്നും, ഹീറ്റിൻ്റെ ആയിരിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് മരുന്ന് തന്നത് ഇതാണ്, അവലിൻ 33 ml 15 ml വെച്ചിട്ട് 2 ദിവസം ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ഒരു ഡോസ് ഞാൻ കൊടുത്തു ആൾറെഡി. അപ്പോൾ രണ്ടാമത്തെ ഇടാൻ പോവുക. പിന്നെ നമ്മുടെ ടോപ്പിക്യൂർ ഉണ്ടല്ലോ, നമ്മൾ മുറിവുകൾക്കൊക്കെ അടിച്ചു കൊടുക്കുന്നത്, അത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ചെറുങ്ങനെ. പിന്നെ മാക്സിമം ഈച്ചയിരിക്കാൻ നോക്കാൻ പറഞ്ഞു. പിന്നെ അവിടെ ഈച്ചയിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈച്ചയിരിക്കരുത്, കാക്ക കൊത്തരുത് എന്നൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വേപ്പണ തേച്ച് കൊടുക്കും ഈച്ചയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, മുട്ടയിട്ട് പഴുപ്പാകാതിരിക്കാനേ. കാക്കയിരിക്കുന്നത് പിന്നെ നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിക്കുക തന്നെ വേണം. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ഥലമല്ലേ, കൊത്തിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് അതിനകത്ത് മുട്ടയിട്ടോ മറ്റൊക്കെ ഈച്ചയൊക്കെ മുട്ടയിട്ടിട്ട് നല്ല പുഴു വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഒന്ന് ഇങ്ങനെയുള്ള കേസൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ചൂട് കാലമാണ്, എപ്പോഴാണ് എന്താ എങ്ങനെയാണ് വരുമെന്ന് അറിയില്ല, ഹീറ്റ് സ്ട്രെസ് കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ളൊരു കാരണം കൂടെ വരാനുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാനായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളും എന്തെങ്കിലും മരുന്നാണ് ചെയ്തേ?